ഔദ്യോഗിക രേഖകളിലേതായാലും സംസ്ഥാനത്തിന്റെ പേര് ഇനി കേരളം എന്നാണ്. കേരളം ബിൽ 2026 രാജ്യസഭ പാസാക്കി. ലോക്സഭയ്ക്ക് പിന്നാലെയാണ് രാജ്യസഭയും ബില്ല് പാസാക്കിയത്. മലയാളികൾക്ക് മാത്രമല്ല ഭാരതത്തിലെ എല്ലാവർക്കും അഭിമാനകരമായ നിമിഷമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, അങ്ങനെ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയതോടെ കേരള ഇല്ല, ഇനി കേരളമാണ്. ഇന്നിപ്പോൾ വലിയ വാദപ്രതിവാദം നമ്മൾ കണ്ടതുമാണ് സഭയിൽ. വിനീത, കേരളം മാറി കേരളമാക്കുന്ന ബില്ല് ഇപ്പോൾ എന്താണെങ്കിലും ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി കൂടി ഒപ്പിടുന്നതോടെ ഇത് നിയമമായി മാറുകയാണ്. പിന്നീട് എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം മാറി കേരളം ആകും എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഈ ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി എന്ന് എടുത്തു പറയണം. പ്രത്യേകിച്ച് കേരളത്തിലുള്ള എംപിമാർ മലയാളത്തിലാണ് ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത്. കേരളത്തിലുള്ള പ്രതിപക്ഷ എംപിമാരുടെ സംസാരത്തിൽ പല ഘട്ടങ്ങളിലും കേരളത്തെ പുകഴ്ത്തിക്കൊണ്ടും കേരള നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ആയിരുന്നെങ്കിൽ പോലും ബിജെപിയുടെ ഭാഗത്ത് നിന്ന് സുധാംശു ത്രിവേദി അടക്കമുള്ള ആളുകൾ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു എന്നാണെങ്കിലും സഭയിൽ ഉണ്ടായി. ഇത് വലിയ പ്രതിപക്ഷ ബഹളത്തിന് കാരണമാകുന്ന സാഹചര്യം അടക്കമുണ്ടായി. പ്രത്യേകിച്ച് നേരത്തെ ഈ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങളെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ബിജെപി എംപിമാർ സംസാരം നടത്തി. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും വിവിധ വിഷയങ്ങൾ, അതായത് നേരത്തെ കേരള നിയമസഭയിൽ മദനിക്ക് അനുകൂലമായ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ പ്രമേയത്തെക്കുറിച്ച് പോലും ഇന്നിപ്പോൾ പരാമർശമുണ്ടായി. അതിനൊക്കെ സന്തോഷ് കുമാർ അടക്കമുള്ള പ്രതിപക്ഷത്തെ കേരളത്തിലുള്ള എംപിമാർ ശക്തമായ മറുപടി നൽകുന്ന കാഴ്ചയും എന്താണെങ്കിലും രാജ്യസഭയിൽ കാണാൻ കഴിഞ്ഞു. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ.